അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ നമുക്ക് ഓർക്കുകയാണ്. മുത്തു ശിഹാബ് തങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു കുളിരായി, ഒരു നല്ല ഓർമ്മയായി നിലനിൽക്കുമ്പോൾ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പൂക്കോയ തങ്ങൾക്ക് ശേഷം ഇവിടെ ഈ ഉമ്മത്തിൻ്റെ വലിയ തങ്ങളായി, പാണക്കാട്ടെ കാരണവരായി, മുസ്ലിം സമുദായം ഒന്നടങ്കം അംഗീകരിക്കുന്ന, ഉൾക്കൊള്ളുന്ന ഒരു നേതാവായിരുന്നു. നമ്മൾ ഇന്ന് ഈ ഒരു സമയത്ത് നിന്നുകൊണ്ട് പറയുമ്പോൾ ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ഇന്ന് പറയാൻ ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ തങ്ങന്മാരെ പോലെയല്ല എന്ന്. എന്നോട് വ്യക്തമായി പറഞ്ഞാൽ ചില ആളുകൾ ചില കോണിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെയല്ല. സത്യത്തിൽ നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് അഭിവന്ദരായ ഈ ഉമ്മത്തിൻ്റെ നായകർ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് എന്തൊക്കെ ആക്ഷേപങ്ങളാണോ പറഞ്ഞുണ്ടാക്കാൻ കുറച്ച് ആളുകൾ, സോഷ്യൽ മീഡിയയിൽ മാത്രം സജീവമായിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. ചിലപ്പോഴെങ്കിലും നിഷ്കളങ്കരായ, സത്യം മനസ്സിലാക്കാത്ത ചില ആളുകൾ അതിൽ പെട്ടുപോകാറുണ്ട്. ഇന്ന് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ പറ്റി പറയുന്ന ചില ആരോപണങ്ങൾ, അതിൽപ്പെട്ട ഒരാരോപണമാണ് ബിദ്അത്തുകാരുമായിട്ട് ബന്ധപ്പെടുന്നതെന്ന് ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. സത്യത്തിൽ ഈ തർക്കുൽ മുവാലാത്തും ഇത്തരത്തിൽ മുജാഹിദ് അല്ലെങ്കിൽ മറ്റ് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ, മുസ്ലിം എന്ന ഐഡന്റിറ്റിയിൽ തന്നെ ജീവിക്കുന്ന സുന്നി എന്ന് നമ്മൾ വിളിക്കാത്ത ആളുകളുമായിട്ട് മുൻകാലങ്ങളിൽ എങ്ങനെയാണ് ബന്ധമുണ്ടായത് അതുപോലെ തന്നെ ഇന്നും തുടരുന്നുള്ളൂ. പക്ഷേ ഇന്ന് പഴയ നേതാക്കന്മാർ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഇവരൊക്കെ നല്ലവരായിരുന്നു, ഇന്നത്തെ തങ്ങൾ അതിൽ നിന്നും മാറി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുടെ ഒരു കാപട്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. സത്യത്തിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ നാം ഓർക്കുമ്പോൾ അന്ന് എല്ലാവരും അംഗീകരിച്ച ഒരാളായിരുന്നു. ശിഹാബ് തങ്ങൾ എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള കുറഞ്ഞ ന്യൂനപക്ഷം അന്നും ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, നമുക്കന്ന് ചെറുതായിരിക്കുന്ന സമയത്ത് പത്രത്തിൽ ഒരു വാർത്ത വന്നതിൻ്റെ പേരിൽ, അന്ന് ചന്ദ്രികയിൽ ഒരു മുജാഹിദ് നേതാവ്, മുജാഹിദിന്റെ പ്രമുഖ നേതാവ് മരിച്ചപ്പോൾ മയ്യത്ത് നിസ്കരിക്കാനുള്ള അഭ്യർത്ഥന വന്നതിന്റെ പേരിൽ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇമാമായി മയ്യത്ത് നിസ്കരിച്ചതിന്റെ പേരിൽ ഇവിടെ ഒരു വിഭാഗം മൈക്ക് കെട്ടി ഘോരമായി പ്രസംഗിച്ചു. അവരുടെ പത്രം, അവരുടെ മാസിക, അവരുടെ ആഴ്ചപ്പതിപ്പുകൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അന്ന് സോഷ്യൽ മീഡിയയുടെ കാലമല്ല, ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം എഴുത്തുകുത്തുകളായി. എനിക്കൊന്നും അന്ന് വിഷയം കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിലും ഇത്തരം വിവാദങ്ങൾ കേട്ട് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റല്ലേ? അവർ ചോദിക്കുമ്പോൾ മുജാഹിദുകാരൻ മരിച്ചപ്പോൾ ഇമാമുക്കാൻ ശിഹാബ് തങ്ങൾ പോയി, അങ്ങനെ പോകാൻ പറ്റുമോ? അന്നൊക്കെ അതിനും മറുപടി പറഞ്ഞത് ഇവിടുത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളുകളായിരുന്നു. എന്തുകൊണ്ട് ശിഹാബ് തങ്ങൾ പോകുന്നു? ശിഹാബ് തങ്ങളുടെ പൊസിഷൻ ഒരു പൊതു നേതൃത്വമായി നിൽക്കുമ്പോൾ, മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വമായി നിൽക്കുമ്പോൾ അത്തരത്തിലൊക്കെ ബന്ധങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് സമർത്ഥിച്ചത്, അന്ന് വിവാദമുണ്ടാക്കുന്നവർക്ക് മറുപടി പറഞ്ഞത് നമ്മുടെ സമസ്തയുടെ ആളുകളായിരുന്നു. അതൊക്കെ കേട്ട് വളർന്നവരാണ് എന്നെ പോലെയുള്ള സമസ്തയുടെ പ്രവർത്തകർ. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ഇന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ വലിയ മനുഷ്യനാണ്, ഇപ്പോഴത്തെ തങ്ങന്മാർ അതുപോലെയല്ല എന്ന് പറയുന്നവരുണ്ടല്ലോ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ തറക്കല്ലിട്ട മുജാഹിദിന്റെ പള്ളി ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ബാഫഖി തങ്ങളുടെ കാറിൽ സഞ്ചരിച്ച് ബാഫഖി തങ്ങളുടെ പാണ്ഡികശാലയിൽ താമസിച്ചിരുന്ന മുജാഹിദ് നേതാക്കളെ, മുജാഹിദായ ലീഗിന്റെ ആളുകളെ, മുജാഹിദ് വിഭാഗത്തിലുള്ള ബാഫഖി തങ്ങളുടെ സുഹൃത്തുക്കളെ ചരിത്രം വിസ്മരിക്കാനാവാത്ത രീതിയിൽ നമുക്ക് ചരിത്രം രേഖകളായി ഇന്നും കാണാൻ സാധിക്കും. ആ ഒരു ബന്ധം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ പൊതു നേതൃത്വമായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബന്ധമാണ്. ഇന്ന് ഞാൻ പറയുന്നത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വലിയൊരു സംഭവമായിരുന്നു, വല്ലാത്തൊരു മനുഷ്യനായിരുന്നു എന്ന് ഇന്ന് പുകഴ്ത്തിപ്പാടുന്ന ആളുകൾ ആലോചിക്കണം. അന്ന് ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തങ്ങളെ പറ്റാത്ത വേറെ സംഘടനയിലുള്ള ആളുകൾ അന്ന് പറഞ്ഞ കാര്യമായിരുന്നു. ശിഹാബ് തങ്ങൾ സ്ത്രീകളൊപ്പം വേദി പങ്കിടുന്നു, സോണിയാഗാന്ധിന്റെ തൊട്ടുരുമ്മി ഇരിക്കുന്നു എന്നൊക്കെ വളരെ മോശമായിട്ട് എഴുതിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ അല്ല, ഇന്ന് മാഗസിനുകളാണ്, വളരെ മോശമായിട്ട് എഴുതിയിട്ടുണ്ട്. ശിഹാബ് തങ്ങളെ വീട്ടിൽ വനിതാ ലീഗിന്റെ പ്രവർത്തകർ ഒരു പുസ്തക പ്രകാശനവുമായി നിന്ന ഫോട്ടോയിൽ ശിഹാബ് തങ്ങളും ബാക്കിയൊക്കെ സ്ത്രീകളുമായതിന്റെ പേരിൽ വളരെ മോശമായി എഴുതിയവരുണ്ട്. കൈറോയിൽ പഠിക്കുന്ന കാലത്ത് വളരെ മോശം പ്രവർത്തനങ്ങളിലൂടെയാണ് ശിഹാബ് തങ്ങൾ പോയതെന്ന് നമുക്കൊക്കെ കേൾക്കാൻ പോലും കഴിയാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ശിഹാബ് തങ്ങൾ ഖാദി സ്ഥാനത്തെ അപമാനിക്കരുത് എന്ന്, അന്നും ഖാദിയാവാൻ യോഗ്യനല്ല എന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ അതിന് പ്രതിരോധം തീർത്തത് അങ്ങനെയല്ല, അത് പൊതു നേതൃത്വമാകുമ്പോൾ
ചെയ്യേണ്ട കാര്യങ്ങളാണ്, അതൊന്നും തെറ്റല്ല എന്ന് എന്നെപ്പോലുള്ള പ്രവർത്തകരെ, സമസ്ത പ്രവർത്തകരെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത് സമസ്തയുടെ നേതാക്കളാണ്. ഇവരൊക്കെ എഴുതിയ ലേഖനങ്ങളും ഇവരൊക്കെ പ്രസംഗിച്ച പ്രസംഗങ്ങളും പലതും ഇന്ന് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ചില ആളുകൾക്കൊന്നും യൂട്യൂബിന്റെ പാസ്വേഡ് അറിയാത്തത് കൊണ്ട് പണ്ട് ഉണ്ടാക്കിയിട്ടതാണ്, അപ്ലോഡ് ചെയ്തുകൊണ്ട് അത് ഡിലീറ്റ് ആക്കാൻ കഴിയാതെ കിടക്കുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും വലിച്ചയച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട. ഞാൻ ഇപ്പൊ ആലോചിക്കുകയാണ്, ഹൈദരലി ശിഹാബ് തങ്ങൾ വരെ വളരെ കൃത്യമായിരുന്നു, സാദിഖ് അലി ശിഹാബ് തങ്ങളെ പറ്റൂല എന്ന് പറയുന്നവര്. ഇന്ന് ഞാനൊരു ഒരു 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 പണ്ഡിതന്റെ കമന്റ് കണ്ടു, അന്ന് തന്നെ ഹൈദരലി ശിഹാബ് തങ്ങളെ അംഗീകരിക്കാത്ത, ഇന്നും പാണക്കാടിനെ അംഗീകരിക്കാത്ത, അന്നും പാണക്കാടിനെ അംഗീകരിക്കാത്ത ഒരു വിഭാഗമുണ്ടല്ലോ, അവര് പെട്ട ഒരു പണ്ഡിതൻ എഴുതിയ കമന്റ് ഞാൻ ഇന്ന് വായിച്ചു. എന്നാൽ ഇന്ന് മുജാഹിദ് നേതാവ് മരിച്ചപ്പോൾ സമൂഹത്തിന് തീരാനഷ്ടം എന്ന് പറഞ്ഞു പോയി മയ്യത്ത് നിസ്കരിച്ച തങ്ങളല്ലേ ഇത് എന്ന് ഹൈദരലി ശിഹാബ് തങ്ങളെ കുറിച്ച്, ഹൈദരലി ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റിന്റെ അടിയിലുള്ള കമന്റാണ്. അപ്പൊ എങ്ങനെയാ ഹൈദരലി ശിഹാബ് തങ്ങൾ അംഗീകരിക്കാൻ പറ്റുക? അത്തരക്കാരോട് വിനയത്തോടെ പറയാനുള്ളത്, ഒന്നുകൾ തീർത്തു പറയണം, പാണക്കാട് കുടുംബത്തെ മുമ്പ് തന്നെ അംഗീകരിക്കാൻ പറ്റാത്തതായിരുന്നു എന്ന്. അങ്ങനെ പറഞ്ഞ് പണ്ടത്തെ വിഭാഗമായിരുന്നു, പണ്ടത് പറഞ്ഞ വിഭാഗമായിരുന്നു ശരിയെന്ന് പറഞ്ഞവരുടെ കൂടെ പോകാൻ പറ്റുമോ? അതല്ല എങ്കിൽ ദയവ് ചെയ്ത് സമൂഹത്തിന് വേണ്ടി, ഈ സമുദായത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി, മുസ്ലിം സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് സ്വശരീരം മറന്ന്, ശരീരത്തിനോടുള്ള നീതി പാലിക്കാൻ കഴിയാത്ത രീതിയിൽ, ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ ഉമ്മത്തിന് വേണ്ടി ഓടി നടക്കുകയാണ്. വീട്ടിൽ വന്ന എപ്പോഴും ആളുകളാണ്, പോകുന്നിടത്തൊക്കെ ആളുകളാണ്, ഷെഡ്യൂൾ ചെയ്തതിനേക്കാൾ കൂടുതൽ പരിപാടികളിൽ പങ്കെടുക്കേണ്ടി വരികയാണ്. അവരിങ്ങനെ അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, നൂലാമാലകൾ. ദയവ് ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത്. പാണക്കാട് വലിയ തങ്ങൾ, സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, പൂക്കോയ തങ്ങളുടെ വഴിയിൽ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ, ഉമർ അലി ശിഹാബ് തങ്ങളുടെ, ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ വഴിയിൽ ഇന്നും ഈ സമൂഹത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഓർക്കുമ്പോൾ ആ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട അനിയനോട് നിങ്ങൾ ഇത്തരം ക്രൂരതകൾ, ഇത്തരം അസഭ്യ വർഷങ്ങൾ ചൊരിയരുത്. പണ്ഡിതന്മാർ പോലും, പണ്ഡിതന്മാർ എന്ന് പേര് പറയുന്നവർ പോലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തൊക്കെയാണ് സത്യങ്ങൾ അറിയാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും ഹൈദർ അലി ശിഹാബ് തങ്ങളെയും ഉമർ അലി ശിഹാബ് തങ്ങളെയും ഒക്കെ കണ്ട് അവരുടെ കൂടെ പ്രവർത്തിച്ച എക്സ്പീരിയൻസിലാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്നും ഈ സമൂഹത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പിൻഗാമിയായി നമുക്ക് നേതൃത്വം നൽകിയിട്ടുള്ള സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, ആ തങ്ങളുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കാം.